ഡിയർ പേരൻസ്, ഇമോഷണലി സ്ട്രോങ്ങും ബോൾഡുമായ ഒരു കുട്ടിയെ നർച്ചർ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ കുട്ടിയോട് കാണിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതെന്താണെന്ന് നമുക്കിന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. ചെറിയ മക്കള് നോർമലി വാശി പിടിച്ച് കരയാറുണ്ട്. അവരങ്ങനെ വാശി പിടിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യാറ്? നോർമലി നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകിൽ കുട്ടിക്കിട്ടൊരു അടി വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടി അവരെക്കാൾ ഉച്ചത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഷൗട്ട് ചെയ്യും. അങ്ങനെയൊക്കെ അവന്റെ ഇമോഷണലെ നമ്മൾ സപ്രസ് ചെയ്ത് വെക്കലാണ് നോർമലി നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഒരു രീതി. എന്നാൽ നമുക്കതിൽ നിന്നൊന്ന് മാറ്റി ചിന്തിച്ച് നോക്കിയാലോ? നമ്മുടെ കുട്ടി വാശിയെടുത്ത് കരയുമ്പോൾ, അല്ലെങ്കിൽ അവൻ വല്ലാണ്ട് അവൻ വാശിയെടുത്ത് കരയുമ്പോൾ നമുക്ക് പേരൻസിനൊന്ന് കാമായി നോക്കാം. അങ്ങനെ നമ്മൾ കാമാവുന്ന സമയത്ത് നമ്മുടെ കുട്ടി തിരിച്ചറിയുകയാണ്, ഒരാൾ വല്ലാണ്ട് ഇങ്ങനെ ഷൗട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ വല്ലാണ്ട് വാശി പിടിച്ച് കരയുമ്പോൾ, അല്ലെങ്കിൽ വല്ലാണ്ട് വാശി പിടിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്താ ചെയ്യേണ്ടത്? കാമാവുകയാണ് എന്നുള്ളത് നമ്മുടെ കുട്ടി അവിടെ നിന്ന് ഐഡന്റിഫൈ ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ ഇമോഷണലി ബോൾഡും സ്ട്രോങ്ങുമായ ഒരു കുട്ടിക്ക് ആവശ്യമുള്ള ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ അവന്റെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്പേസ്. അത് അവന്റെ ഉമ്മയാകാം, ഉപ്പയാകാം. അപ്പൊ അതിനുള്ള ഒരു സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. ദെൻ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിയുമായി നമ്മൾ വല്ലാത്തൊരു കണക്ഷനിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അവരുമായിട്ട് നല്ലൊരു കണക്ഷൻ സ്ഥാപിച്ചെടുക്കുക. അവർക്ക് എന്തും നിങ്ങളോട് തുറന്നു പറയാൻ കഴിയണം. അവരുടെ എല്ലാ ഫീലിങ്സിനെയും അവർക്ക് നമ്മളെ മുൻപേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് അവർക്ക് ഓപ്പൺ ആയിട്ട് വന്ന് പറയണം. എന്ത് പറ്റിയാലും, ഒരു തെറ്റു പറ്റിയെങ്കിൽ സാരില്ല പോട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ ചേർത്ത് പിടിക്കുമെന്നും, ഇനി അതല്ല നല്ലൊരു കാര്യം ചെയ്തുവെങ്കിൽ വെരി ഗുഡ് എന്ന് പറഞ്ഞ് അതിനും നിങ്ങൾ ചേർത്ത് പിടിക്കുമെന്നുള്ള ഒരു ഉറപ്പ്, ആ ഒരു കണക്ഷൻ നമ്മുടെ കുട്ടിയുമായി ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ രണ്ടാമത്തെ കാര്യം കണക്ഷൻ. ഒരു കണക്ഷൻ